രാവിലെ തന്നെ നമ്മുടെ കടയിൽ ഒരു സഞ്ചി കൊണ്ടുവച്ചേക്കേണ്ട നമ്മുടെ വീഡിയോസ് കാണാറുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സഞ്ചിയെ നല്ല പരിചയമുണ്ട്. കാരണം പല നാടൻ മീനുകളും ഈ സഞ്ചിയിൽ ഈ ചേട്ടൻ കൊണ്ടുവരാറുള്ളതാണ് നമ്മുടെ കടയിൽ. ഈ ദിവസം ഈ സഞ്ചിയിലാക്കി കൊണ്ടുവന്നേക്കുന്ന മീനുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി. അതിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഐറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പല്ലി, കരിമീൻ, കാളാഞ്ചി പോലുള്ള നാടൻ കായൽ മീനുകളായിരുന്നു. അതും ഈ കാണുന്ന ഒട്ടുമിക്ക മീനുകൾക്കും ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടനെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ തകലയിലോട്ട് ചൊരിഞ്ഞിട്ടുണ്ട് എല്ലാ മീനും. ഇനി നമ്മൾക്കൊരു പരിപാടിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനുകളെല്ലാത്തിനും തരംതിരിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് വലുപ്പവും ഇതിൻ്റെ ഇനവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് തരംതിരിച്ച് മാറ്റിയിട്ട് നമുക്ക് വിലയിട്ടിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് ഇത് കുറേ പേര് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഈ മീൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണത് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കാണുന്ന പോലത്തെ വലിയ കരിമീൻ ഒരു പാത്രത്തിൽ, ചെറിയ കരിമീൻ, പിന്നെ ചെറിയ ചെമ്പല്ലി, വലിയ ചെമ്പല്ലി, വലിയ കാളാഞ്ചി, ചെറിയ കാളാഞ്ചി, അങ്ങനെ പല കാറ്റഗറിയിലാക്കിയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറവുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ ചെമ്പല്ലികളായിരുന്നു. അതുകൊണ്ട് ചെമ്പല്ലി ആ കാണുന്ന വലിപ്പുള്ള ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ 1-2 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലത്തെ വലിയ കാളാഞ്ചികളായിരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കടയിൽ കുറേ പേർക്ക് അറിയാൻ പറ്റും ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ മീൻ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ കുറേ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടു നിന്നിട്ട് തൂക്കിയെടുക്കുമ്പോൾ തന്നെ കുറേ പേരൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ മീനൊക്കെ. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ കടയിൽ വേറെ ഉണ്ടായിരുന്ന കുറച്ച് സ്പെഷ്യൽ ഐറ്റങ്ങളാണ്. അത് ഇന്നെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ പൂമീനും നാരഞ്ച മീനൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. അപ്പോൾ നാരഞ്ച മീൻ തക്കമായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. അപ്പോൾ ഈ ആഴ്ച ആയപ്പോൾ കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാരഞ്ച മീൻ്റെ അവൈലബിലിറ്റി. പിന്നെ സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന പോലത്തെ സൂചിക്കൊടി വരുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൂചിക്കൊടിയാണ്. എന്നിരുന്നാലും ചെറുതാണ്. വലുപ്പം എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ കിട്ടാറുള്ളതിൽ വെച്ചിട്ട് വലുപ്പം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു സൂചിക്കൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ എൻ്റെ വീട്ടിലടക്കം ഇതിനെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം കല്ലുപ്പിട്ടിട്ട് നല്ലപോലെ തിരുമ്മി കഴുകി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ക്ലീൻ ആവട്ടെ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊന്നും പോകാനായിട്ടില്ല. ഈ ഒരു വീഡിയോ ഞാൻ പലപ്പോഴായിട്ട് ഷോർട്ട് വീഡിയോസിലൂടെ കാണിച്ചപ്പോൾ പലരും എന്നെ ചീത്ത പറയാൻ അങ്ങനെ കാര്യമായിട്ടല്ല. എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായം, എതിരഭിപ്രായം ഞാൻ പറയണമെന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം ഉപ്പിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ക്ലീനായി എന്നാണ്. അതുപോലെയാണ് ഞങ്ങൾ കഴിക്കാറുള്ളത് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലും നാട്ടിലുള്ളവരൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും എതിരഭിപ്രായം അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇതിനെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ അത് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ സൂചിക്കൊഴുവായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞെങ്കിൽ 220 രൂപയ്ക്ക് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പേരാണ് സൂചിക്കൊഴുവ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇട്ടപ്പോൾ തന്നെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചേട്ടൻ്റെ ഒരു സഞ്ചിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ വേറൊന്നുമല്ല, സഞ്ചി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അത് നമ്മുടെ ഞണ്ടുകളായിരുന്നു. പിന്നെ നേരത്തെ വന്ന കുറച്ച് കരിമീനിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈസുള്ള കരിമീനായിരുന്നു അതിലുണ്ടായിരുന്നു. അതായത് ഈ കാണുന്ന പോലെ 3 കരിമീൻ ഇട്ടപ്പോൾ ഏകദേശം തൂക്കെന്ന് പറഞ്ഞെങ്കിൽ 1.5 കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു. കണ്ടില്ലേ, 1,490 ഉണ്ടായിരുന്നു കേട്ടോ. 3 കരിമീൻ 1,490 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കരിമീനാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ വലുപ്പമുള്ളത് ഇഷ്ടപ്പെടുന്ന വരില്ല. ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ കടയിൽ നിന്ന് പോകാറുള്ളത് മീഡിയം സൈസ് കരിമീനാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കണ്ട ആ ചേട്ടൻ്റെ സഞ്ചിയിൽ ചൊരിഞ്ഞ് കാണിക്കേണ്ട. ചൊരിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഞണ്ടുകളായിരുന്നു. അപ്പോൾ വലുപ്പമുള്ള ഞണ്ടുകൾ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മട്ടിക്കാല ഞണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്താണ്, അതായത് രാവിലെ സമയത്താണ് ഇഷ്ടംപോലെ മീൻ പിടുത്തക്കാർ നമ്മുടെ കടയിലോട്ട് പിടിച്ച മീനുമായിട്ട് വരുന്ന സമയം. അപ്പോൾ ആ ഒരു സമയം പലർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സും ഈ ഒരു സമയത്തായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു തക്കം അനുസരിച്ച്, അതായത് ഈ ലൂണാർ സർക്കിൾ കാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് കിട്ടുന്ന സമയം മാറും. അപ്പോൾ ഓരോ ആഴ്ചയിലും ചിലപ്പോൾ ഓരോ ദിവസവും പല ടൈമിലൊക്കെ ആയിരിക്കും മീനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ രാത്രി പിടിച്ചുകൊണ്ട് വരുന്ന മീനൊക്കെ രാവിലെ ആയിരിക്കും പിടുത്തക്കാർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മീനൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ സമയത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കടയിൽ തിരക്കായിരിക്കും. കണ്ടില്ലേ, ഈ പറഞ്ഞപ്പോൾ ഈ കാണുന്ന പോലെ നല്ല ഒന്നാന്തരം വലുപ്പമുള്ള കൂരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കൂരി നമ്മൾ വിറ്റ് വില എന്ന് പറഞ്ഞെങ്കിൽ കിലോയ്ക്ക് 140 രൂപയ്ക്കാണ്. സാധാരണഗതിയിൽ 180 200 വിൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് അത്യാവശ്യം കൂടുതലുള്ളതുകൊണ്ടാണ് ആ വിലക്ക് വിൽക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇളനാരനൊക്കെ ഉണ്ടായിരുന്നു. ഇളനാരൻ്റെ തക്കം കഴിഞ്ഞുകൊണ്ടിരിക്കണം. എന്നിരുന്നാലും അത്യാവശ്യക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള ഇളനാരൻ മീനൊക്കെ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കൂരി, അതായത് ഇഷ്ടം പോലെ പേരാണ് ഇപ്പോൾ കൂരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിങ് ഇടാനൊക്കെ ഇഷ്ടംപോലെ പേര് കൂരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറി വെക്കാനായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. കറി വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പേര് വലിയ കൂരിയൊക്കെ ആയിരിക്കും ഇവിടെ അന്വേഷിച്ച് വരുന്നത്. പിന്നെ നമ്മുടെ കടയിൽ ഈ കാണുന്ന പോലത്തെ കേര, അതായത് ട്യൂണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 240 ആയിരുന്നു. പിന്നെ ലൈവായിട്ട് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് കാളാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. 1.5 കിലോ 2 കിലോ സൈസ് വരുന്ന കാളാഞ്ചി ഉണ്ടായിരുന്നു. പിന്നെ നല്ല വലുപ്പമുള്ള ടൈഗർ പോൺസ് ദേ വന്നിട്ടുണ്ടായിരുന്നിട്ടും
അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ 1 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ 20 എണ്ണം അല്ലെങ്കിൽ 15 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാലക്കാട് ഭാഗത്തുനിന്ന് വന്ന കുറച്ച് ടീമായിരുന്നു. അപ്പോൾ അവരുടെ ഈ കൊണ്ടുവന്ന മീൻ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് വന്ന ഐസ് ബോക്സ് ആണ് കണ്ടത് നിങ്ങൾ. പിന്നെ ഈ കൂടകളിലായിട്ട്, അതായത് ഈ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലായിട്ട് കാണുന്ന എല്ലാ ഞണ്ടുകളും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഞണ്ടുകളാണ്. അതായത് അപ്പോൾ പല കാറ്റഗറി അനുസരിച്ച്, അതായത് കിലോയ്ക്ക് 600 രൂപ മുതൽ 2800, 2700, 2800 ആ ഒരു റേഞ്ച് വരുന്ന ഞണ്ടുകൾ വരെ നമ്മുടെ കടയിൽ ഇന്നുണ്ടായിരുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന ഞണ്ടുകളെല്ലാം എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു എല്ലാ ഞണ്ടുകളും ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കാറ്റഗറൈസ് ചെയ്ത് പല കൂടകളിലോട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പെൺഞണ്ടിനെ ഒരു കൂടയിലോട്ട്, പിന്നെ ആൺഞണ്ടിനെ ഒരു കൂടയിലോട്ട്, പിന്നെ മഡ് ക്രാബിനെ, അതായത് 500 ഗ്രാമുള്ള മഡ് ക്രാബിന് വേറെ ഒരു കൂടയിലോട്ട്, അതിൽ താഴെയുള്ള മഡ് ക്രാബ് വേറെ, 750 ഗ്രാമുള്ള മഡ് ക്രാബ് വേറെ കൂടയിലോട്ട്, 1 കിലോയ്ക്ക് മേൽപോട്ടുള്ള മഡ് ക്രാബ്സ് വേറെ കൂടയിലോട്ട്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം കാറ്റഗറൈസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഡ് ക്രാബ് ആയിരുന്നില്ല, അതായത് നമ്മുടെ കമ്മട്ടിക്കാലിനും ഫീമെയിൽ ക്രാബ്സ് ആയിരുന്നുണ്ട്, ചെറിയ ഞണ്ടുകൾ. ഇനിയാണ് വലിയ ഞണ്ടുകൾ എടുക്കാൻ പോകണേട്ടോ. നോക്കിക്കോട്ടെ, ഓരോ ഞണ്ട് ഇനി വരുന്ന ഓരോ ഞണ്ടുകൾ സൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതേപോലത്തെ ഞണ്ട് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ പുറം രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന ഞണ്ടുകളാണ് ഈ കാണുന്നതെല്ലാനും. അപ്പോൾ 1 കിലോ മേൽപോട്ടുള്ള ഞണ്ടിന് ഇപ്പോൾ 2700 ആ റേഞ്ചൊക്കെ കിലോ വരുന്നുണ്ട്. ആ 1 കിലോ ഉണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ കാലുകൾ സെയിം ആയിരിക്കണം, നല്ല ഹാർഡായിട്ടുള്ള ഷെല്ലും ആയിരിക്കണം. കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് കാണുന്നത്. അതായത് തൂക്കം 750 ഗ്രാമിന് മേൽപോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാറ്റഗറിയാണ്. 1 കിലോയ്ക്ക് മേൽപോട്ടുള്ളത് വേറെ കാറ്റഗറിയാണ്. 750നും 500 ഗ്രാമിനും ഇടയിലുള്ളത് ഒരു കാറ്റഗറി, 350 ഗ്രാമിനും 500 ഗ്രാമിനും ഇടയിലുള്ളത് വേറൊരു കാറ്റഗറി. അപ്പോൾ നമ്മൾ ഓരോ ഞണ്ടും ഇതേപോലെ തൂക്കി നോക്കിയിട്ട് ത്രാസിൽ വെച്ച് തൂക്കി നോക്കിയിട്ട് ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഒരു കൂടയിലോട്ട്, ആ ഒരു ബക്കറ്റിലേക്ക് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മൊത്തത്തിൽ ഒരുമിച്ചായിരിക്കും നമ്മൾ തൂക്കം നോക്കുന്നത്. എത്ര ഉണ്ട് നോക്കിയത്, എന്തോരത്തിൽ നോക്കിയത്? 550. അതല്ല, വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഞണ്ടിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഇത്തിരി കുറവാണ്. അതായത് വലിയ ഞണ്ടുകളുടെയൊക്കെ കുറച്ച് നാൾക്ക് കഴിഞ്ഞ മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കൂടെ നിറയെ മഡ് ക്രാബ്സൊക്കെ കിട്ടിയ കാലങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഇഷ്ടംപോലെ ഞണ്ടാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് അതിൻ്റെ പേരിൽ കുറേ ഞണ്ടുകളൊന്നും വരുന്നില്ല. എന്നാൽ പിടുത്തക്കാർക്ക് പോകാനായിട്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലത്ത് പണിയെടുക്കാനായിട്ട് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ടിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞൊരു സമയമാണ്. എന്നിരുന്നാലും സാധാരണ ചെറിയ ഞണ്ടുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടോ. വലിയ ഞണ്ടുകളുടെ ഈ കാണുന്ന പോലത്തെ വലിയ ഞണ്ടുകൾ കാര്യമാണ് ഇപ്പോൾ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇന്നത്തെയും ഇന്നലത്തെയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള വളരെ ചെറിയൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയണ്ട. താങ്ക് യു സോ മച്ച്.